എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന തസ്തികയുടെ പരീക്ഷ പെട്ടെന്ന് എത്താറായി. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിന് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു, പ്രിലിംസും മെയിൻസുമായിട്ട് നടത്തിയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒറ്റ ഘട്ടത്തിലുള്ള പരീക്ഷയാണ്. അപ്പോൾ ഈ പരീക്ഷയെ എങ്ങനെ നേരിടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി സിലബസ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഒരു LDC പഠിച്ചിട്ടുള്ള ഒരു ആൾക്ക് കഴിഞ്ഞ വർഷം LDC പരീക്ഷ നല്ല രീതിയിൽ പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിവിഷൻ മാത്രം മതി. എന്നാൽ ആദ്യമായി PSCയിലേക്ക് പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇനി വരുന്ന ഒരു 4-5 മാസങ്ങൾ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. കാരണം സിലബസിനകത്ത് പറയുന്ന പല കാര്യങ്ങളും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നല്ല രീതിയിൽ കൃത്യമായി ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യണം. ഒരു ദിവസം എത്ര സമയം പഠിക്കാം എന്നുള്ളതാണ് പലവരും ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഒരു ദിവസം ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ 5 മണിക്കൂറോ അങ്ങനെ കൃത്യമായിട്ടൊരു സമയമൊന്നും ഇതിനില്ല. നിങ്ങൾക്ക് കിട്ടുന്ന സമയം എല്ലാം പഠിക്കുക എന്നുള്ളതാണ്. അത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് കിട്ടുന്ന സമയം എല്ലാം പഠനത്തിനായിട്ട് ചെലവഴിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളോടൊപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മളെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓവർടേക്ക് ചെയ്യാൻ വിടാതെ നമ്മൾ തന്നെ മുമ്പിൽ എന്നുള്ള നിലയിൽ നമ്മൾ പോകണമെങ്കിൽ കിട്ടുന്ന ഓരോ മിനിറ്റുകളും 5 മിനിറ്റുകളും വെർത്താണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബുക്ക്, ഒരു ഡയറി എടുത്തുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പഠിച്ചു തുടങ്ങുന്ന സമയം എഴുതി വെക്കുക. നിങ്ങൾ 5 മിനിറ്റേ പഠിക്കുന്നുള്ളൂവെങ്കിലും ആ 5 മിനിറ്റ് അത് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി വെക്കുക. അങ്ങനെ 10 മിനിറ്റുകൾ, 20 മിനിറ്റുകൾ, അങ്ങനെ കിട്ടുന്ന ഓരോ സമയങ്ങളും എഴുതി വെച്ച് ഒരു ദിവസം രാത്രി കിടക്കുന്ന സമയത്ത് എത്ര സമയം ഇന്ന് പഠിച്ചു എന്ന് നോക്കുക. നിങ്ങൾക്ക് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂർ 5 മണിക്കൂറാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ അടുത്ത ദിവസം അതിനേക്കാൾ ഇംപ്രൂവ് ചെയ്ത് കൂടുതൽ സമയം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളോട് തന്നെ കോമ്പറ്റ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ കോമ്പറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും പഠിക്കണം, ഇത് പോരാ എന്നൊരു തോന്നൽ വരും. അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് 10th ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എഴുതുന്ന ഒരു പരീക്ഷയാണ്. ഡിഗ്രി ഉള്ള പലരും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. അവർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള തസ്തികൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. സോ ആ സമയത്ത് നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സൈഡിലൂടെ ഒരു കൂട്ടർ 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും നല്ല റാങ്കിൽ എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ സമയമെല്ലാം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സമയം പോണത് അറിയില്ല, അല്ലെ? റീൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റീൽസ് പോയിക്കൊണ്ടേയിരിക്കും, വീണ്ടും റീൽസ്. ഷോർട്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ, അല്ലെ? അപ്പോ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ചിലപ്പോൾ ഒരു PSC ചാനൽ ഫോളോ ചെയ്യാം, PSC ക്ലാസ് കേൾക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. പക്ഷെ ഇപ്പൊ യൂട്യൂബുകാരാണെങ്കിൽ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ട്. എന്താ? യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നേരെ ഷോർട്ട് സ്പീഡിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തെക്കാൾ വളരെ രസകരമായ ഒരു കാര്യം ഫസ്റ്റ് ഷോർട്സ് ആയിട്ട് കാണുമ്പോൾ ഒന്ന് നെക്സ്റ്റ് എന്ന് അടിച്ചു പോകാനും 2 കൂടി കഴിയാം, 1-2 കൂടി കാണാം എന്നുള്ളൊരു തോന്നല് നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ ഇങ്ങനെ സമയം നമ്മളെ കൊന്നുകൊണ്ടേയിരിക്കും, അല്ലെ? സമയം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോ ആ സമയത്ത് നിന്നും ഒരു തിരിച്ചറിവ് വരണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്ത് വേണം? ഗവൺമെന്റ് സർവീസ് വേണം, സർക്കാർ ജോലി വേണം എന്നുള്ള ഒരു ത്വര നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഓരോ റീല് കാണുന്നതിനേക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ പേജുകൾ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. സോ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? പഠിക്കാൻ ശ്രമിക്കുക. 4-5 മാസങ്ങൾ അതുപോലെ കൃത്യമായി കൺസിസ്റ്റന്റ് ആയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അസിസ്റ്റന്റ് സെയിൽസ്മാനെ എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് ആ സിലബസ് കവർ ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു മെന്ററുടെ സഹായം തേടുന്നത് വളരെ നല്ലതാണ്. കോച്ചിങ്ങിന് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ സ്ട്രാറ്റജിക്കലി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും ഉണ്ടാവുന്നത് ആദ്യത്തെ തുടക്കത്തിന്റെ ഒരു ആവേശത്തില് 4-5-6 ദിവസമൊക്കെ അലാം വെച്ച് എണീക്കുകയും കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യും. പിന്നെ പതുക്കെ ഗ്രാജുവലി എന്ത് ചെയ്യും? അത് സ്ലോ ആയി എവിടെയെങ്കിലുമൊക്കെ കട്ടായി വീട്ടിലെ ഫംഗ്ഷൻസോ മറ്റു പരിപാടികളൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് വരുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുക, അയ്യോ പഠിക്കണ്ടേ, ഇത് പോരല്ലോ, കുറെ പേര് പഠിച്ചു, ഇനി പഠിച്ചാൽ കിട്ടുമോ? അങ്ങനെയുള്ള ടെൻഷനുകളാ. അങ്ങനെ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പലരും വർഷങ്ങൾ നീക്കിയിട്ടുണ്ട്.
PSC പരീക്ഷകൾ എല്ലാ പരീക്ഷകളും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, വർഷങ്ങളായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും എവിടേക്കോ കട്ടായി പോകുന്നു. പക്ഷെ എന്നിട്ട് എക്സാമിനോട് തൊട്ടടുത്തെത്തുന്ന സമയത്ത് ഒരുപാട് ഒരുമിച്ച് വാരി വലിച്ച് പഠിക്കാൻ ശ്രമിക്കും. പക്ഷെ റാങ്ക് ലിസ്റ്റ് എത്താതെയോ റാങ്ക് ലിസ്റ്റ് തൊട്ടടുത്തോ വെച്ച് കട്ട് ഓഫിന് തൊട്ടടുത്ത് വെച്ച് അവരെല്ലാം നിന്നു പോകുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അതിന് കാരണം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠനം ഇല്ല എന്നതാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള കോച്ചിങ്ങുകൾക്ക് പോകണമോ, മെന്ററുടെ ആവശ്യമുണ്ടോ എന്നുള്ളത്. അഡ്ഹോക്ക് ലേണിംഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ 90 ദിവസത്തെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ 90 ദിവസത്തെ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് ജസ്റ്റ് 799 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഒരു റാങ്ക് ഫയൽ വാങ്ങാനുള്ള പൈസ പോലും വരുന്നില്ല. അതിനകത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസിന്റെ വീഡിയോ ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, ഡെയിലി റിവിഷൻ ടെസ്റ്റുകൾ, വീക്കെൻഡിലുള്ള റിവിഷൻ ടെസ്റ്റുകൾ, ആ രീതിയിൽ ഒരു ഉദ്യോഗാർത്ഥി എങ്ങനെയൊക്കെ പഠിക്കണമോ അതെല്ലാ കാര്യങ്ങളും ആ ആപ്പിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് ചാറ്റ് സെഷൻസും, ഇനി ഏതെങ്കിലും ടീച്ചറുടെ സംസാരിക്കണമെങ്കിൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു 799 രൂപയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു എമൗണ്ട് കണ്ടുകൊണ്ടല്ല നിങ്ങൾ വാങ്ങേണ്ടത്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ, നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ ഒരു കോച്ചിങ് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിന്റെ പേരിൽ ഒരുപാട് പൈസ ചെലവാക്കി നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് ഒതുങ്ങാവുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സുകളും PDF നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് പരീക്ഷ വരെ, എന്നാണോ പരീക്ഷ നടക്കുന്നത് അന്ന് വരെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്ന തരത്തിലാണ് നമ്മൾ ഈ കോഴ്സ് ഒരുക്കിയിട്ടുള്ളത്. സോ ഇനി സമയം കളയാനില്ല, ഒട്ടും സമയം കളയാനില്ല. ഒറ്റയ്ക്ക് പഠിച്ചാലും കോച്ചിങ്ങോട് കൂടി പഠിച്ചാലും ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമ്മൾ പഴക്കിക്കളയുന്ന ഓരോ നിമിഷത്തിലും നമ്മളെ ഓരോരുത്തർ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരിക്കണം ഇനി അങ്ങോട്ടുള്ള ഓരോ ഷോർട്സ് വീഡിയോകളും റീൽസുകളും എങ്ങനെ തള്ളി കൊണ്ടുപോകാൻ. അത് മനസ്സിൽ വേണം. കൃത്യമായി പഠിക്കുക. അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വളരെ ഉയർന്ന റാങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.